2020 ഗാൽവാൻ അതിർത്തിയിൽ ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ പട്ടാളവും ചൈനയുടെ പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു കാര്യം. ഈ ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ 20 പട്ടാളക്കാരോളം മരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഇന്ത്യയുടെ 2000-ഓളം ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററോളം സ്പേസ് ചൈന എടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ചോദ്യങ്ങൾ കുറച്ച് കൂടി പോകുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് ഇന്ത്യയുടെ പട്ടാളം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ വീണില്ലെന്ന് രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചു. അത് വലിയ തെറ്റാണ്. അതുപോലെ തന്നെ പെഹൽഗാമിൽ 25-26 ആളുകളെ കൊന്നുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇന്ത്യയിലോട്ട് അവർ കടന്നു വന്നു ഈ തീവ്രവാദികളെന്ന് ചോദ്യം ചോദിച്ചു. അത് വലിയ തെറ്റാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കൊന്നുപോയ അവരെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു. അത് അതിനേക്കാൾ വലിയ തെറ്റാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹമാണ്. ഇപ്പം അതിന് പകരം നിങ്ങൾ പറഞ്ഞോ, മോദിജി അടിപൊളിയാണ്, മോദിജി കിടലനാണ്, മോദിജി പൊളിയാണ്, വൈബാണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ മോദിജി വിശ്വഗുരുവാണ്, മോദിജി പറഞ്ഞു കഴിഞ്ഞാൽ വാർ നിർത്തും അല്ലെങ്കിൽ യുദ്ധങ്ങൾ അവസാനിക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴല്ലേ നിങ്ങൾ രാജ്യസ്നേഹിയാവുന്നുള്ളൂ. അതല്ലാണ്ട് രാജ്യത്തിന്റെ നഷ്ടങ്ങളും രാജ്യത്തിന്റെ അവസ്ഥയും പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയ രാജ്യദ്രോഹിയാണ്. രാഹുൽ ഗാന്ധി, നിങ്ങൾ ഇനിയും മനസ്സിലാക്കാത്ത കാര്യമുണ്ട്. നിങ്ങൾ ജീവിക്കുന്നത് മോദിജിയുടെ ഇന്ത്യയിലാണ്, നമ്മുടെ ഇന്ത്യയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്, മോദിജിയുടെ അതല്ലെങ്കിൽ സംഘ് കൂട്ടങ്ങളുടെ ഇന്ത്യയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സംഘത്തിനെതിരെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, സംഘം ചെയ്ത തെറ്റിനെതിരെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജി എന്തെങ്കിലും അബദ്ധം കാണിച്ച് അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ മോദിജി വാ തുറക്കില്ല. വേറെ കുറെ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ. അങ്ങനത്തെ കേസുകൾ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ ചോദ്യം ചെയ്യാനും നമ്മുടെ സുപ്രീം കോർട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം 11 വർഷമായിട്ട് ഇത്ര